സുചേട്ടാ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിലും ഇറാന്റെ വാർത്തകൾ ഒരിക്കലും നമുക്ക് അവഗണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ആ, വിഷയമാണ് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത്. വെടിനിർത്തൽ വന്നു, ആ വെടിനിർത്തൽ തകർച്ചയുടെ വക്കിലെത്തി. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നത്, ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിന് $2 മില്യൺ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുമോ എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞു. അങ്ങനെ വരാനുള്ള സാധ്യത ഇതുവരെ ഒരു ചർച്ചയും അതിന്റെ അതേ ചൊല്ലി നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എങ്കിലും ശുഭാപ്തി വിശ്വാസം നമ്മുടെ രാഷ്ട്രീയ വിദഗ്ധരെല്ലാം പങ്കുവയ്ക്കുന്നത് ഒരു സൗഹൃദമാണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ളത്. അതുകൊണ്ട് 2 മില്യൺ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ മേടിക്കാം, ചിലപ്പോൾ മേടിക്കാതിരിക്കാം എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ മധ്യസ്ഥത വഹിച്ചത്, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം നിർത്താനായിട്ട് മധ്യസ്ഥത വഹിച്ചത് പാകിസ്ഥാനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തുള്ളിച്ചാടി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ അങ്ങേയറ്റം നാണക്കേടിന്റെ വക്കിലാണ് എന്നുള്ളതാണ്. കാരണം ഈ മധ്യസ്ഥത വഹിച്ച ഈ ഇറാൻ പറയുന്നു, ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരാണ് ഇവനെ പിടിച്ച് മധ്യസ്ഥനായിട്ട് നിർത്തിയതെന്ന് പറയുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇസ്രായേൽ പാകിസ്ഥാൻ മന്ത്രിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു ട്വീറ്റ് വരെ പിൻവലിപ്പിച്ചു. എന്നിട്ട് ഇസ്രായേൽ മന്ത്രി പാകിസ്ഥാനെ കർശനമായിട്ട് വിലക്കുകയും ചെയ്തു. കാരണം ഇസ്രായേലിനെ കുറിച്ച് നീ എന്തെങ്കിലും ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിപാഴ്സൽ കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തൽ പരാജയമെന്നാണ് സത്യം പറഞ്ഞാൽ എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ലബനൻ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ലബനനിലെ ഒരു ഗ്രാമം മുഴുവൻ തകർത്തു എന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശ്വാസം വിടാനുള്ള ഒരു ഗ്യാപ്പ് പോലും അവിടെ കിട്ടുന്നില്ല എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ, ട്രംപ് ഈ പാകിസ്ഥാൻ ഈ മധ്യസ്ഥത വഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു വാക്ക് പോലും ട്രംപ് തിരുത്തി പറയാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ്. അതെനിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം വേറെ ഏതെങ്കിലും കാരണം ഇന്ത്യ ഇതിലൊരു മധ്യസ്ഥത വഹിച്ച് ഇന്ത്യ യുദ്ധം നിർത്താൻ പോയി കഴിഞ്ഞാൽ, അന്ന് ബിജുചേട്ടൻ എന്നോട് പറഞ്ഞതാണ്, ട്രംപിന് അത് സഹിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച് ഈ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ട്രംപ് അത് അംഗീകരിച്ചതുപോലെയാണ് ട്രംപ് അത് ഇരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഈ ഇറാൻ അമേരിക്ക തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴും തീരാതെ ഒരു കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പാകിസ്ഥാൻ കൂടെ കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഇനി ഏത് രീതിയിലായിരിക്കും കൺവേർട്ട് ആവുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു സന്തോഷ വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് ബിജുചേട്ടൻ്റെ മറുപടിയിലോട്ട് വരാം. 2 ദിവസത്തേക്ക് റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 2 ദിവസം മിസൈലുകൾ നിശബ്ദമായിരിക്കും എന്നാണ് നമുക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ റഷ്യയെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇറാന്റെ യുദ്ധത്തിൽ ഇനി എന്താണ് അടുത്ത നീക്കം ഉണ്ടാകാൻ സാധ്യത? ഈ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള വാർത്ത തെറ്റാണ്. മധ്യസ്ഥത വഹിച്ചു എന്ന് പറയണമെങ്കിൽ ആ രാജ്യം രണ്ട് കൂട്ടരെയും കൂടെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ഒരു രാജ്യമായി മാറണം. മധ്യസ്ഥതയല്ല, ഇതിനകത്തെ പേര് മീഡിയേറ്റർ എന്നുള്ളതാണ്. അതായത് ഇടനിലക്കാരൻ എന്നുള്ളത്, ബ്രോക്കർ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. അതായത് ഇപ്പൊ ധനുഷിന്റെ കയ്യിൽ നിന്നുള്ള മെസ്സേജ് ഞാൻ വാങ്ങുന്നു, ധനുഷിന്റെ എതിരാളിയുടെ കയ്യിൽ നിന്നുള്ള മെസ്സേജ്, ധനുഷിന്റെ മെസ്സേജ് വാങ്ങി ഞാൻ അങ്ങോട്ട് എതിരാളിക്ക് കൊടുക്കുന്നു, എതിരാളിയുടെ മെസ്സേജ് വാങ്ങി ധനുഷിന് ചെയ്യുന്നു. ഒരു പോസ്റ്റ്മാന്റെ പണിയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചെയ്തു എന്ന് ഈ മധ്യസ്ഥത ചെയ്തു എന്ന് കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യം. അതല്ലാതെ മധ്യസ്ഥതയല്ല. മധ്യസ്ഥത എന്ന് പറയുമ്പോൾ 2 കൂട്ടരും വിളിച്ചിരുത്തി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ചുരുക്കം ചില രാജ്യങ്ങളെ ലോകത്തുള്ളൂ. അത് പാകിസ്ഥാനില്ല. ഈവൻ റഷ്യക്കോ ചൈനയ്ക്കോ പോലും പറ്റുന്നില്ല. ഇന്ത്യ അതിൽ ഇടപെടാത്തതിന്റെ കാരണം ഒരു ഭാഗത്ത് ട്രംപ് ആണ് നിൽക്കുന്നത്. എല്ലാം ട്രംപിന്റെ തലയിൽ കൂടെ പോകണം. പിന്നെ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ട്രംപ് മിണ്ടാതിരുന്നത് വെച്ചാൽ, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എവിടെയെങ്കിലും കൊണ്ട് യുദ്ധം നിർത്താൻ പറ്റൂ. പാകിസ്ഥാൻ അവിടെ സാമന്ത രാജ്യവുമാണ്. ഇതിനിടയ്ക്ക് പാകിസ്ഥാൻ കയറി വലിയ ആള് കളിക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് ഇസ്രായേൽ ഇപ്പോൾ അവർക്കെതിരെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ലെബനനിലെ ഈ ഇസ്രായേൽ നടത്തിയ ബോംബിങ്ങിൽ ആണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഒരു നെടുനീളം പോസ്റ്റ് ഇട്ടു എക്സിൽ. അദ്ദേഹം പറഞ്ഞ കാര്യം, ലെബനനിൽ വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ, ഒരു നാശവും പിശാശുമാണ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ ഘോരഘോരം വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ഇട്ടത് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി രംഗത്തെത്തി എന്ന് പറഞ്ഞ്, നീ മര്യാദയ്ക്കിരിക്കണം, നിങ്ങളാണ് ഈ ഭീകരന്മാരുടെ ബ്രോക്കറാണ് നിങ്ങൾ പാകിസ്ഥാൻ, നിങ്ങൾ മര്യാദയ്ക്കിരിക്കണം, നിങ്ങൾക്ക് എന്ത് നിഷ്പക്ഷതയാണ് ഉള്ളത്, നിങ്ങളെ ആര് വിളിച്ചു ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം അദ്ദേഹം ഇത് പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പോസ്റ്റ് മുക്തി, പോസ്റ്റ് പിൻവലിച്ചത്.
ഇതാണ് അതിൽ നടന്ന ഒരു വാർത്ത. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവിനെ ഈ ലെബനൻ ആക്രമണത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം പിന്നെ ട്രംപിനെ സംബന്ധിച്ച് പുള്ളി ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം വെടിനിർത്തൽ വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതിന്റെ ഇടയ്ക്ക് ഈ ലെബനനിലെ ആക്രമണം കൂടെ ഇസ്രായേൽ നിർത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവം എല്ലാം തീരും. പക്ഷെ ലെബനനിലെ ആക്രമണം നെതന്യാഹു നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പിന്നിൽ നെതന്യാഹു ഈ ഞായറാഴ്ച മുതൽ ഒരു വിചാരണ നേരിടണം, അതുകൊണ്ടാണ് അത് നീട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് അബ്ബാസ് അരക്ചി, ഇറാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഇത് ഇപ്പൊ പുതിയതായിട്ട് ഒരു തിയറി അല്ല ധനുഷ്, ഇത് കുറെ വർഷങ്ങളായിട്ട് 2-3 വർഷമായിട്ട് മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം 2019 ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വഞ്ചനാ കുറ്റം, കൈക്കൂലി, വിശ്വാസവഞ്ചന ഈ വക കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഒരു കേസ് വരുന്നു. ഈ കേസിന്റെ വിചാരണ 2020 ആരംഭിക്കുന്നു. ആ 20 ആരംഭിച്ചതിന് ശേഷം വിവിധങ്ങളായ യുദ്ധങ്ങളും കാര്യങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു. അതായത് ഹമാസിന്റെ ഭീകരാക്രമണം നടക്കുന്നു, ഗസയിൽ ഇസ്രായേലിന്റെ അറ്റാക്ക് നടക്കുന്നു, ലെബനനുമായിട്ട് നടക്കുന്നു, ഹിസ്ബുള്ളയായിട്ട് നടക്കുന്നു, ഇങ്ങനെയൊക്കെ വരും. ഈ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ ആ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതായത് ജുഡീഷ്യറി മറ്റുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒരു സ്റ്റോപ്പ് അവരിടും, ഒരു ബ്ലോക്ക് കണക്ക് വരും. അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഞായറാഴ്ച വീണ്ടും ആ കേസ് പരിഗണിക്കുകയാണ്. ഈ കേസ് വിധി വന്നാൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ കേസ് നേരിടുന്നത്. അങ്ങനെ ഒരു വിധി വരികയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ നെതന്യാഹുവിന് ജയിൽവാസം ഉൾപ്പെടെയുള്ളവ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നെതന്യാഹു യുദ്ധത്തിലേക്ക് കടക്കുന്നത് എന്ന് പലപ്പോഴും മാധ്യമങ്ങൾ പറയാറുണ്ട്. ഇപ്പോഴിത് ഈ ഞായറാഴ്ച തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇറാൻ കരുതുന്നത് വീണ്ടും ഇസ്രായേൽ പണി നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ നെതന്യാഹുവിന് കേസ് നീട്ടിക്കൊണ്ടു പോകണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതിനിടെ ഹോർമിസ് കടലിടുക്കിന്റെ ഒരു ആധിപത്യത്തിലേക്ക് ഇറാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ കയ്യിലേക്ക് പോകുന്നു. അവിടെയാണ് ധനുഷ് പറഞ്ഞു ടോളിന്റെ കാര്യം വരുന്നത്. ടോളിന്റെ മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അവരൊരു വലിയ പ്രകടനം നടത്തുകയുണ്ടായി. അവിടുത്തെ ഇറാനിലെ ജനം നടത്തുകയുണ്ടായി. അവരുടെ ഭരണകൂടങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് ഒരു പ്രകടനം നടത്തിയത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 10,000-കണക്കിന് പേര് തെരുവുകളിൽ ഇറങ്ങി അവരുടെ ഭരണകൂടത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാനിൽ ഈ ഭരണത്തിനെതിരായിട്ടൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാം കിടന്ന് പറഞ്ഞു ഈ പ്രതിഷേധം ആളിക്കത്തും, അതാണ് ഇതാണ്, ഈ ഭരണം താഴെ പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതിനെതിരെ ഈ ഭരണകൂടത്തിന് അനുകൂലമായിട്ടൊരു പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതായത് ആ ഒരു പരിപാടി വേയില്ല. ഇത് തന്നെയാണ് ഇറാനെ കണക്കൊരു രാജ്യത്ത്, അതായത് സാമ്പത്തികവും മറ്റും തകർന്നു നിൽക്കുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഭരണകൂടം മറിച്ചിടാൻ കഴിയാത്തവന്മാരാണ് ഇന്ത്യ പോലെ ഹൈലി ഒരു നാഷണാലിറ്റി പേറുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഈ ഭരണകൂടത്തെ വലിച്ചിട്ട് അവരുടെ ഭരണകൂടം സ്ഥാപിക്കാന്ന് കരുതുന്ന എന്ത് പൊട്ടന്മാരാണെന്ന് ആലോചിച്ച് നോക്കി. നേപ്പാളിൽ അവർക്ക് കഴിഞ്ഞില്ലല്ലോ ഭരണകൂടം മറിച്ചിടാനായിട്ട്. അവർക്ക് കഴിഞ്ഞൊരു സാധനം ബംഗ്ലാദേശിൽ മാത്രമാണ്. സുഡാപ്പീസ് കൂടുതൽ കിടക്കുന്നുണ്ട്, ബംഗ്ലാദേശിലാണ് നടന്നത്, വേറെ എങ്ങും നടന്നില്ലല്ലോ. അത് ഒരു ഹിന്ദു രാഷ്ട്രമാണ്, വളരെ ദരിദ്രമായ രാഷ്ട്രമാണ് നേപ്പാൾ. അവിടെ പുരോഗതി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഈ ടോളിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിന് 1-2 കാരണങ്ങളുണ്ട്. കാരണം ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അനവധി വട്ടം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇറാന്റെ ഭരണകൂടം. അത് മാത്രമല്ല ഈ യുദ്ധത്തിൽ മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ത്യ എത്തിച്ചു കൊടുക്കുകയും അവരുടെ കപ്പലടക്കം സംരക്ഷിക്കുകയും ചെയ്തു. ഇതിനകത്ത് ഒരുപാട് തവണ നിങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന എത്രയോ തവണ ഇറാൻ പറഞ്ഞ വാർത്ത നമ്മൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇറാൻ ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഈ യുദ്ധമൊക്കെ തീരുകയും അമേരിക്ക കുറെ ഇളവുകൾ ഇറാന് നൽകുകയും ചെയ്താൽ, ഉപരോധത്തിൽ ചില ഇളവുകൾ നൽകുകയും ചെയ്താൽ ഇറാൻ ഏറ്റവും സഹായകരമായി നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. കാരണം ഇറാന്റെ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഒരു വലിയ താല്പര്യം ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന 2019 വരെ വാങ്ങിക്കൊണ്ടിരുന്ന, പക്ഷെ ഈ അമേരിക്കയുടെ ഉപരോധം മൂലമാണ് പിന്നെ നമ്മൾ വാങ്ങാതിരുന്നത്. നമ്മൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇത് നല്ലൊരു കച്ചവടമാണ് കിട്ടുന്നത്. ഇപ്പൊ ചൈന, ഇന്ത്യ കണക്കുള്ള 2 രാജ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് ഇനി വേറെ രാജ്യങ്ങൾ കച്ചവടം കിട്ടിയില്ലെങ്കിൽ നിന്ന് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇന്ത്യക്കും അതാണ് വലിയ ഒരു താല്പര്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏതായാലും ഈ ഗൾഫ് യുദ്ധം ഒരു ശാന്തതയിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനകത്ത് അനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിന്റെ കേസ് എടുക്കുന്ന സമയത്തെങ്കിലും നെതന്യാഹു എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ട്രംപിന്റെ കാര്യമാണ്. ഇപ്പൊ പുള്ളി ശാന്തമായിട്ട് ഒന്ന് തണുത്തും തോന്നുന്നു. പുള്ളി ശാന്തമായിട്ടാണ് നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് പുള്ളിക്ക് ചൂട് പിടിക്കുന്നില്ല വട്ടളകുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഈ സമയത്ത് ഇവിടെ പറയാൻ ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറാൻ ഒരു ചെറിയ മീനല്ലെന്ന്. ഇപ്പോഴവരത് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളൊരു ചെറിയ മീനല്ല എന്ന് തന്നെ അവർ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിനിടയിൽ ഏതായാലും ഓർത്തഡോക്സ് ഈസ്റ്റർ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റഷ്യ ഒരു 32 മണിക്കൂർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉക്രൈനുമായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, 2022 മുതൽ യുദ്ധം നടക്കുന്ന 2 രാജ്യങ്ങളാണ്.
ശരിയാണ്, ഇവര് യുദ്ധമൊക്കെ നിർത്തി വെടിയും പോകുകയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ജനം എങ്ങനെയായിരിക്കും ഇത് ആഘോഷിക്കുന്നത്? സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റുമോ അവർക്ക്? 4 വർഷമായിട്ട് ഇടതടവില്ലാതെ ഡ്രോണും മിസൈലും ഒക്കെ വീണ് തകർന്നിരിക്കുന്ന ജനത്തിന് ആഘോഷിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഏതായാലും ഓർത്തഡോക്സ് ഈസ്റ്റർ ആശംസ കൂടെ നേർന്നുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.